നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾക്ക് ബിഗ് ബോസിൽ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ഇടിവെട്ടും മഴയുമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എവിടെ നിന്ന് കിട്ടി കുട്ടി നിനക്ക് ഇത്രയും വലിയൊരു ധൈര്യം എന്ന് ചോദിച്ച പോലെ ഞാൻ ലക്ഷ്മിയോട് ചോദിക്കുക, എവിടെ നിന്ന് കുട്ടി ഇത്രയും വലിയൊരു ധൈര്യം നിനക്ക്? ഇത്രയും ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെല്ലാവരും, ലാലേട്ടൻ, ബിഗ് ബോസ് എല്ലാവരും എതിര് നിന്നിട്ട് ഇവരോടെല്ലാം ഫൈറ്റ് ചെയ്ത് നിന്നിട്ട് പറഞ്ഞ കാര്യത്തിൽ സ്റ്റാൻഡിങ് ആയിട്ട് ഉറച്ചു നിന്ന നമ്മുടെ ലക്ഷ്മിക്ക് എവിടുന്ന് കിട്ടി ഈ ധൈര്യം? ഇനി ഞാൻ ചോദിക്കട്ടെ, ലാലേട്ടൻ തന്നെ പറഞ്ഞു. ലാലേട്ടൻ ഈ ഡയലോഗൊക്കെ വല്ല സിനിമയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ 10 പൈസ തിയേറ്ററുകാർക്ക് കിട്ടിയാനെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് കിട്ടിയാനെ സിനിമയ്ക്ക്. ഇവിടെ എന്തിനാ ഈ വേസ്റ്റായിട്ട് ഈ വളർത്ത വർത്തമാനങ്ങളൊക്കെ കോപിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് വല്ല പ്രഷറും ഷുഗറൊക്കെ അതുപോലെ തന്നെ ഓരോ രോഗങ്ങളൊക്കെ കയറി വരും. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസിന് TRP വേണം, അത് വേറെ കാര്യം. അല്ല, ലക്ഷ്മി പറഞ്ഞാൽ എന്താ ലാലേട്ടൻ അത്ര തെറ്റ്? ലാലേട്ടൻ വീട്ടിൽ കയറ്റിക്കോ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ബിഗ് ബോസിലുള്ള എല്ലാവരും അവരെ വീട്ടിൽ കയറ്റിക്കോ. ലക്ഷ്മിന് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന്, ലക്ഷ്മി കയറ്റില്ല എന്ന്. ലക്ഷ്മി അംഗീകരിക്കുന്നില്ല അവരെ ദാമ്പത്യം. അതിലെന്താ തെറ്റ്? എല്ലാവരും അവരെ അംഗീകരിക്കുന്നുണ്ടാ. അത് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് അവളുടെ സ്റ്റാൻഡ് ലക്ഷ്മി ഓപ്പണായിട്ട് പറഞ്ഞു. അതിലെന്താ തെറ്റ്? അതിൽ ലാലേട്ടൻ ഗർജിച്ചിട്ടോ പുലിമുരുകൻ പോലെ ആയിട്ടോ ഒരു രക്ഷയില്ല. അവളൊരു മാപ്പ് പോലും പറഞ്ഞില്ല. ബിഗ് ബോസിനോട് പറഞ്ഞ അവൾ ചെയ്തത്, അവളുടെ കുടുംബത്തെ അവളെ കയറ്റില്ല എന്ന് പറഞ്ഞാൽ കയറ്റില്ല. അതുപോലെ തന്നെ ലാലേട്ടനോ അല്ലെങ്കിൽ വേറെ ആര് വേണമെങ്കിലും കയറ്റിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. എൻ്റെ സ്റ്റാൻഡ്, അവർ ജീവിക്കുന്ന ജീവിതം ശരിയല്ല. ഇത് കുട്ടികൾ കണ്ട് പഠിക്കരുത്. ഇതെല്ലാവരുടെ ജീവിതം. അമേരിക്കയിൽ വരെ ഈ ഒരു ജീവിതം നമ്മുടെ ട്രംപ് നിരോധിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ ജീവിക്കരുത്. നമുക്കൊക്കെ ഓരോ കുടുംബത്തിലും ഒരു പെൺകുട്ടീനെ വളർത്തി വലുതാക്കി വരുമ്പോൾ ഒരു പെൺകുട്ടി ജനിച്ച അപ്പം തന്നെ അവർക്ക് കല്യാണം കഴിച്ചു കൊടുത്താനും മറ്റുള്ള കാര്യങ്ങൾക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കാനാണ് അച്ഛനമ്മമാർ ശ്രദ്ധിക്കുന്നത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരെ കല്യാണം കഴിച്ച് അവർക്കൊരു കുട്ടി ഉണ്ടായി കാണാൻ എത്ര ആഗ്രഹം ഉണ്ടാവുമെന്നറിയാം. ആ ആഗ്രഹം ഉണ്ടാവണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്തിന് ഇവർക്ക് ഒരു പെണ്ണിനെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കുടുംബക്കാർ വിഷമിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലക്ഷ്മിക്ക് ഇഷ്ടമല്ല. അങ്ങനൊരു ജീവിതം ബിഗ് ബോസിൽ വന്ന് അത് പ്രേക്ഷകരെ കാണിക്കുന്നതിൽ ലക്ഷ്മിക്ക് ഇഷ്ടമല്ല. എന്ത് തേങ്ങ നിങ്ങൾ ചെയ്യുക, എന്ത് മണ്ണാങ്കട്ടി നിങ്ങൾ ചെയ്യുക, ഒരു ചുക്കും ചെയ്യില്ല ബിഗ് ബോസ് ലക്ഷ്മീനെ. ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. കാരണം ബിഗ് ബോസിന് ഇതിപ്പോൾ ഇവിടെ ഇവരെ ലെസ്ബിയൻ കപ്പിളിനെ കൊണ്ടുവന്നത് ബിഗ് ബോസിന് ഇപ്പോൾ അത് വലിയൊരു കണ്ടൻറ്റായിട്ട് കൊണ്ടുവന്നുള്ളതാണ്. ആ കണ്ടൻറ്റ് തോണ്ടിയിട്ട് ആരെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബിഗ് ബോസിന് സ്ക്രിപ്റ്റാണ്. അത് ബിഗ് ബോസ് കളയേണ്ട കാര്യമില്ല. ബിഗ് ബോസിന് ഓരോ ആഴ്ചയിൽ ഇതുപോലെ ഓരോ കണ്ടൻറ്റ് കിട്ടണം. ആ കണ്ടൻറ്റ് കിട്ടാൻ കഴിഞ്ഞ ആഴ്ചയിൽ അനിമോളുടെ കണ്ടൻറ്റ് കിട്ടി. അനിമോൾ എന്ത് തേങ്ങ ചെയ്തേ? ഒരു ചുക്കും ചെയ്തില്ല, ഒരു തേങ്ങയും ചെയ്തില്ല. അനിമോൾ അവിടെ വിലസി ഇപ്പോഴും നടക്കുന്നു. അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡായ കയറിയ ലക്ഷ്മി ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് പറഞ്ഞാൽ ആ സ്റ്റാൻഡിങ് തിരിച്ച് പറയാനും അതുപോലെ മാപ്പ് ചോദിക്കാനും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ TRP താഴും. അതുകൊണ്ട് ഇത് മോഹൻലാലിനും അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ അവളെ കൊണ്ട് മാപ്പ് പറയിക്കാനായിട്ട് ബിഗ് ബോസിനോ മോഹൻലാലിനോ പറ്റും. പക്ഷെ അവരെന്നെ പറഞ്ഞു നോക്കുക, ലക്ഷ്മി നീ മാപ്പൊന്നും പറയണ്ട, ഞാൻ നിന്നെ കണ്ടമാനം നിന്നെ അങ്ങോട്ട് ഞാൻ ചീത്ത പറയും, മറ്റത് പറയും, മറിച്ചത് പറയും, ഇറങ്ങിപ്പോടിയെന്ന് പറയാം, എൻ്റെ ഷോന്ന് ഇറങ്ങിപ്പോടി, നീ ഇവിടെ നിൽക്കണ്ട, നിൻ്റെ സ്റ്റാൻഡ് ശരിയല്ല, ഇവരൊക്കെ ഞാൻ എൻ്റെ കുടുംബത്ത് കൊണ്ടുപോയിട്ട് ഞാൻ 1 മാസം താമസിപ്പിക്കും എന്നൊക്കെ പറയും. എന്നാലും ലക്ഷ്മി കുലുങ്ങരുത്. ലക്ഷ്മി അതേപോലെ നിൽക്കണം. അതാണ് നമ്മുടെ TRP. അപ്പോഴാണല്ലോ ഒരു വിഷയം മാത്രമേ ചോദിച്ചുള്ളൂ. ഒനിലിൻ്റെ വിഷയം ഇന്നലെ ചോദിച്ചില്ല, ഇന്നലെ തന്നെ ചോദിച്ച് തീർക്കാറുന്നു. അത് ഇന്നേക്ക് വെച്ചു. ഇന്നും ഞായറാഴ്ചയും TRP കിട്ടണ്ടേ നമുക്ക്? ബിഗ് ബോസിന് എത്ര പൈസ ചിലവെന്നറിയാം. 100-400 ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നു. ഒരു സീസണിൽ 18 കോടി രൂപ മേടിച്ച് മോഹൻലാൽ വരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് തീറ്റ കൊടുക്കുന്നത് വേറെ, അതുപോലെ തന്നെ ആ സ്ഥലത്തിൻ്റെ വാടക വേറെ, കറണ്ട് കാശ് വേറെ. കറണ്ട് കാശൊക്കെ ജനറേറ്റർ വെച്ചിട്ട് അടിച്ചിട്ടാണ്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ വരണവർക്ക് മുഴുവൻ ഇതും കൊടുക്കണം, പൈസയും കൊടുക്കണം. ഇതൊക്കെ എവിടെ നിന്നുണ്ടാവുക? TRP കിട്ടിയ കണ്ടമാനം പരസ്യക്കാർ കയറി വരും. അവർക്ക് സെക്കൻഡിന് പരസ്യത്തിൻ്റെ കാശ് കൂട്ടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷോയിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ ഒരു കാരണവശാലും ലക്ഷ്മിനെ പുറത്താക്കില്ല. ലക്ഷ്മിനെ പുറത്താക്കി കഴിഞ്ഞാൽ അവരെ കണ്ടന്റ് പോയില്ലേ, കണ്ടന്റിൻ്റെ ശക്തി പോയില്ലേ.
അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ന് പ്രവീണിൻ മസ്താനിനെയാണ് പുറത്താക്കുന്നത്? അപ്പോൾ ഇവർ പുറത്ത് പോകേണ്ട കാര്യം എന്താ? സാവുമ്പോൾ പോകുന്നു വിചാരിച്ചു, പക്ഷെ പുറത്താക്കിയത് ഇവർ രണ്ടുപേരെയാണ്. ഇതോടുകൂടി നമ്മൾ ലക്ഷ്മിനെയും കൂടി പുറത്താക്കിയെങ്കിൽ നമുക്ക് പറയാം ഇത് സ്ക്രിപ്റ്റഡ് അല്ല, അത് കറക്റ്റാണെന്ന്. ഇത് സ്ക്രിപ്റ്റഡാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അനുവിനെ വെച്ച് അവർ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി, ഈ ആഴ്ചയിൽ ലക്ഷ്മിനെ വെച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ഇതൊക്കെ പ്രേക്ഷകർ ചോറാവുന്നത്. പക്ഷെ എല്ലാവർക്കും അത് അത്രയാണ് പിടുത്തം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ലക്ഷ്മി ഇത്രയും വലിയൊരു സ്റ്റാൻഡ് അവിടെ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഇത്രയും വലിയ പുലികളാണെന്നല്ലോ നമ്മുടെ അപ്കർ കേട്ടില്ല. വാനനിരീക്ഷണം നടത്തുന്ന അനീഷ് ഉണ്ടല്ലോ, മാനത്തേക്ക് നോക്കി നടക്കുന്നത്, അവ ഇത് കേട്ടില്ല. വേറെ ആരും കേട്ടില്ല. ലെസ്ബിയൻ കപ്പിൾ മിണ്ടിയേ ഇല്ല. ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അറിഞ്ഞില്ല. മോഹൻലാൽ വന്ന് പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെ അറിഞ്ഞത്. ഒരു ക്യാരറ്റിന് വേണ്ടി, ഒരു തക്കാളിക്ക് വേണ്ടി അവിടെ വായിട്ടടിച്ച് കിച്ചണിൽ അടി ഉണ്ടാക്കുന്ന ഈ കൂതറകൾ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത അപ്കർ ഇവരൊക്കെ ആണാണ്. ഇവിടെയൊക്കെ നട്ടലുണ്ടോയെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ട് മോഹൻലാൽ വന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി നീ അങ്ങനെ ചെയ്തില്ലേ, ലക്ഷ്മി ഞാൻ ഇങ്ങനെ ചെയ്തില്ലേ, ഞാൻ കേട്ടില്ല, ഞാൻ മനസ്സിലാക്കിയില്ല എന്നുള്ള ഉടായ്പ ന്യായം പറയണം. അതിനേക്കാളും വലിയ ഉടായ്പ പറയണം അനീഷ്. ഞാനും കേട്ടില്ല, ഞാനവിടെ ശ്രദ്ധിച്ചില്ല, എൻ്റെയൊക്കെ ശ്രദ്ധ വേറെ ആടുന്നു. തക്കാളി ആരെങ്കിലും തിന്നുണ്ടോ നോക്കിയിട്ട്, ചപ്പാത്തി ആരെങ്കിലും കട്ടെടുക്കണ്ടോ നോക്കിയിട്ടാണ് അവൻ നടക്കുന്നത്. പാത്രം ആരൊക്കെ ഏതാണ്ട് നടക്കുന്നത്, അത് അവൻ നോക്കി നടക്കുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അവർ കേൾക്കണമെന്നില്ലല്ലോ. നാറിയ തരങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇവർക്കും ഒരു മുട്ടുസൂചി വീണാൽ അതിന് വേണ്ടി തല്ലുപൊടിയെന്ന് നമ്മളെ കാണിക്കുന്ന ആൾക്കാരെ ഇവർ മുട്ടുസൂചി എവിടെയെങ്കിലും വീണാൽ മതി, എവിടെയെങ്കിലും ഒരു പെണ്ണുങ്ങളെ ബ്രാസിയർ കിടക്കുന്നുണ്ടാൽ മതി, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ പീരീഡ് ആകുമ്പോൾ വെക്കുന്നത് ഏതെങ്കിലും പേട് വെക്കുന്നുണ്ട്, പേട അവിടെ വാഷ് ബേസിൻ്റെ അടിയിൽ വന്നെങ്കിൽ അതിന് തല്ലൂട്ടാൻ നിൽക്കും, ബാത്റൂമിൽ കഴിയില്ലെങ്കിൽ അതിന് തല്ലൂടാൻ നിൽക്കും. പക്ഷേ ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിട്ട് അവിടെ ഒരാൾ അറിഞ്ഞില്ല, ഒരാൾ മിണ്ടിയില്ല. പ്രതികരണശേഷി നഷ്ടപ്പെട്ട കൂതറകൾ, അതാണ് ഞാൻ പറയണത്. ലക്ഷ്മി പറഞ്ഞ ശരിയാണ്, ലക്ഷ്മി പറഞ്ഞാൽ ശരി. ഇവരെ ലക്ഷ്മി അംഗീകരിക്കുന്നില്ല, ലക്ഷ്മി ഇവരെ വീട്ടിൽ കയറ്റില്ല. എന്താ തെറ്റ്? ലാലേണ്ട ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല. വേണമെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു, ഇറക്കി വിട്ടാ. നിങ്ങൾക്ക് നാണുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി വിടുക, അപ്പം ഞങ്ങൾ അംഗീകരിക്കും. ഇത് സ്ക്രിപ്റ്റ് അല്ല നമ്മൾ പറയും. ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും കൊട്ടി ഘോഷിച്ച് കൊണ്ടുവന്ന രണ്ട് മത്സരാർത്ഥികളെ കുറിച്ച് ഇത്രയും മോശം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവിടെ വെച്ച് പൊറപ്പിക്കുന്നു? കഴിഞ്ഞ ആഴ്ചയിൽ അനുവിനെ എന്തിനു വെച്ച് പൊറപ്പിക്കുന്നു? നിങ്ങൾക്ക് എന്താ വരെ പുറത്താക്കി വേറെ ആളെ കൊണ്ടുവന്നൂടെ? വേറെ ആൾക്കാർ ഇഷ്ടം പോലെ വരാനുണ്ടല്ലോ, ഇനിയും വൈൽഡ് കാർഡിൽ കയറ്റാലോ. എന്തുകൊണ്ട് കയറ്റുന്നില്ല? അപ്പം നിങ്ങൾക്ക് കണ്ടന്റ് ആവശ്യമാണ്, നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് ആവശ്യമാണ്. സ്ക്രിപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒരാഴ്ചയിലും നിങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന കണ്ടന്റാണ്. അല്ലാണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. സമൂഹത്തിന് വേണ്ടിയിട്ടാണോ മോഹൻലാൽ എന്നല്ല സംസാരിച്ചത്? ഒട്ടുമല്ല. ഒരു സമൂഹത്തിന് വേണ്ടി മോഹൻലാൽ സംസാരിച്ചില്ല. മോഹൻലാൽ മേടിക്കുന്ന 18 കോടിക്കുള്ള നന്ദി മൂപ്പര് കാണിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ അനുമോളും ചെയ്തത്. അനുമോള് ചെയ്യുന്നത് എന്താണ്? അനുമോള് മേടിക്കുന്ന കാശിന് കുറച്ചെങ്കിലും കണ്ടന്റ് കൊടുക്കണം. ലാലേട്ടൻ എന്നല്ല പറഞ്ഞു, നീ ഈ കണ്ടന്റ് തരണ്ട, ബിഗ് ബോസിൻ്റെ കണ്ടന്റ് അങ്ങോട്ട് പൊക്കോളും, TRP അങ്ങോട്ട് പൊക്കോളും. അതൊന്നല്ല, TRP വേണം, അനു വേണം, ലക്ഷ്മിയും വേണം, അപ്കറും വേണം, അനീഷും വേണം. ഇവരൊക്കെ വേണം. ഇവരൊക്കെ എന്തെങ്കിലും തെമ്മാടിത്തരങ്ങളോ ചെറ്റത്തരങ്ങളോ നാറിത്തരങ്ങളോ എന്ത് പണ്ടാരം ചെയ്തിട്ടായാലും കുഴപ്പമില്ല. വീക്കെൻഡിൽ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടണം. ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനെ വന്ന് നിന്നിട്ട് വെറുതെ ഒന്നും നിങ്ങളോട്ട് ചോദിക്കാൻ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ കണ്ടന്റ് ഇല്ല. കണ്ടന്റ് കിട്ടണം, ലാലേട്ടന് കണ്ടന്റ് കിട്ടണം. അടുത്ത ആഴ്ചയിലും കണ്ടന്റ് കിട്ടണം. അതിനിങ്ങനെയുള്ള തിരക്കഥകൾ ഉണ്ടാക്കും ബിഗ് ബോസ്. അതിലൊന്നും നമ്മൾ പെടണ്ട. പക്ഷെ നമുക്ക് ബിഗ് ബോസ് ഇഷ്ടമാണ്, ബിഗ് ബോസിന് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടമാണ്. ലക്ഷ്മി പറഞ്ഞത് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മളത് അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഓരോരുത്തർക്കും അവരുടേതായുള്ള സ്റ്റാൻഡുണ്ട്. നിങ്ങൾ അവരെ അംഗീകരിക്കുന്ന പോലെ ഞാൻ അംഗീകരിക്കുന്നില്ല, ഞാൻ അംഗീകരിക്കുന്ന പോലെ മറ്റൊരാൾ അംഗീകരിക്കുന്നില്ല. ലാലേട്ടൻ അംഗീകരിക്കുന്ന പോലെ വേറെ ലക്ഷ്മി അംഗീകരിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി ലാലേട്ടനും പാടില്ല, ബിഗ് ബോസിനും പാടില്ല. അതിനുള്ളിൽ എല്ലാവരും അവരെ ലക്ഷ്മി പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ. ഇനി കുറച്ച് കഴിയുമ്പോൾ അവരൊക്കെ തിരിച്ചു പറയാം, ലക്ഷ്മി പറഞ്ഞല്ലോ എന്താ തെറ്റ്? എന്ത് തെറ്റ്? അവർ ജീവിക്കുന്നത് ശരിയല്ല. അവരെന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ സമൂഹത്തിന് കൊടുക്കുന്നത്? എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനമ്മമാർ ആണുങ്ങളുടെ ആവശ്യമുണ്ട് അവിടെ? എല്ലാ പെണ്ണുങ്ങളും കൂടെ ജീവിച്ചോട്ടെ. കല്യാണം എന്ന് പറഞ്ഞൊരു സംഭവം വേണ്ടല്ലോ. സ്വർണം വേണ്ട, അവർക്ക് കുട്ടികളുണ്ടായാൽ അതും നോക്കാൻ നിൽക്കണ്ട, അളമാരിയും കിളമാരിയും കൊടുക്കണ്ട. എത്ര ലാഭം മാതാപിതാക്കൾക്ക്. കോളേജിലേക്ക് വിടുക, നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ കണ്ട് നീ സ്നേഹിച്ച് നീ അവരെ കൂടെ ജീവിച്ചോട്ടാ എന്ന് പറഞ്ഞാണ്ട് വിട്ടാൽ പോരെ? ഇതൊന്നും സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ല. ഇതല്ല ലാലേട്ട മെസ്സേജ്. ഇതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ ഈ ലക്ഷ്മിനെ കുരിശുമ കയറ്റേണ്ട കാര്യമില്ല. ലക്ഷ്മി തൻ്റെ അടുത്തോടെ ചങ്കൂറ്റത്തോടെ നട്ടല്ലോടെ പറഞ്ഞു ലാലേട്ടൻ്റെ മുഖത്ത് നോക്കിയിട്ട്, എൻ്റെ ഇഷ്ടമാണ്, എനിക്കിഷ്ടമല്ല, ഞാനിവരെ വീട്ടിൽ കയറ്റില്ല, ഇവരുടെ ജീവിതം എനിക്കിഷ്ടമല്ല. അത് പറയാനുള്ള അവകാശം ലക്ഷ്മിക്ക് ഉണ്ട്.
അത് ചങ്കുറ്റത്തോടെ പറഞ്ഞത് ശരിക്കും ലാലേട്ടന് കിട്ടിയ ഒരു അടീനത്. 18 കോടി ലാലേട്ടൻ മേടിച്ചുകൊണ്ട് കൊണ്ടല്ലോ അവിടുന്ന്. ഇപ്പം ലാലേട്ടൻ അവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ അതിന് കൃത്യമായുള്ള മറുപടി എനിക്ക് കിട്ടില്ല. ലാലേട്ടൻ മുമ്പ് ഇങ്ങനെയുള്ള ഒരു ഷോയിൽ പങ്കെടുക്കാണ്ടിരിക്കുക. നിങ്ങളൊരു വലിയൊരു മഹാനടനാണ്. ഇങ്ങനെയുള്ള എല്ലാ കച്ചറകളും കൂടിയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഇട്ടുള്ള ഒരു വീട്ടിൽ വന്നിട്ട് നിങ്ങൾ ഈ വായിട്ടടിക്കേണ്ട വലിയ കാര്യം ഉണ്ടാ? നിങ്ങൾക്കുള്ള പ്രഷറും രോഗങ്ങളും വരും. അതിൻ്റെ ആവശ്യമുണ്ടാ? ഈ സംഭാഷണം നിങ്ങൾ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞങ്ങളൊക്കെ കയറി നിന്ന് കൈയടിക്കും. ഇന്നലെ അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളവർ കൈയടിക്കുന്നുണ്ട്. അവർ കഥ അറിയാണ്ട് ആട്ടാൻ കഴിയുക. ഏതായാലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാച്ചാൽ കുറേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് പറയുന്നില്ല. ഞാൻ പറയണ ലക്ഷ്മി പറഞ്ഞാൽ ശരി, ഇവരുടെ ജീവിതം ശരിയല്ല. ഇവരുടെ ജീവിതം പോലെ ഇപ്പം നാളെ ഇപ്പം ഞാൻ ഒരു നമ്മൾ വളർത്തിയ ഒരു മോള് വന്നിട്ട് പറയണ, അതെ അച്ഛാ എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി കൂടെ ഞാൻ ജീവിക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അത് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയുക? ആ കുടുംബത്തിൽ എന്താ അവരുടെ അവസ്ഥ? അത് മനസ്സിലാക്കില്ല ലേട്ടാ. ഇങ്ങനെയുള്ള അവസ്ഥകളൊന്നും ജീവിക്കരുതെന്ന് പറയും. അമേരിക്കയിൽ വരെ ഇത് നിരോധിച്ചിരിക്കുക. പിന്നെ കുറേ ആൾക്കാർ ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണാം. അങ്ങനെ ആൾക്കാരെ അത് പിന്നെ ബഹുജനം പലവിധം നമുക്ക് അവരെ കൊണ്ട് വിട്ടുകഴിയാം. പക്ഷേ ഇങ്ങനെ ഒരു ഷോയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു മത്സരാർത്ഥിക്ക് ഇവരെ ജീവിതം കണ്ട് പറയാനുള്ള അവകാശമുണ്ട്. അവകാശത്തിനെ ചോദ്യം ചെയ്യാനായിട്ട് ലാലേട്ടനും പറ്റില്ല, ബിഗ് ബോസിനും പറ്റില്ല, അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് ഒരാൾക്കും സാധിക്കില്ല. അപ്പോൾ നമ്മുടെ വേദലക്ഷ്മിക്ക് ഇരിക്കട്ടെ ബിഗ് സല്യൂട്ട്. വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും